കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും നമുക്ക് വചനപഠനത്തിനായി കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനം തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാനിടയായി. അതിൻ്റെ തുടർച്ചയായിട്ട് 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ വേദഭാഗം അതിൻ്റെ 1 മുതൽ 6 വരെ വായിച്ചതായിരുന്നു. എങ്കിലും 1-ാമത്തെ വാക്യം മാത്രമേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച് പോകാൻ സാധിച്ചിരുന്നുള്ളൂ. നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ ഇന്ന് ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ 1-ാം വാക്യത്തിൽ വായിച്ചത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വേദഭാഗം. ഞാൻ അത് ജസ്റ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനോട് ചേർന്നാണ് 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഈ അതുകൊണ്ടെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ 1-2 അധ്യായത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ സംസാരിക്കുകയാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടെ നമ്മളെ വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എബ്രായ വിശ്വാസികളെ വിളിച്ചിരിക്കുന്ന 2 ഡെസിഗ്നേഷൻസ് നമ്മൾ കണ്ടിരുന്നു. വിശുദ്ധ സഹോദരന്മാരെ എന്നുള്ള ഒരു വിളി, രണ്ടാമത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്നുള്ള ഒരു വിളി. അങ്ങനെ അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, ആ ഡെസിഗ്നേഷൻ അവരെ വിളിച്ചുകൊണ്ട് നമ്മൾ ഈ വേദഭാഗത്തിൽ വായിക്കുന്നത്, തുടർന്ന് ശ്രദ്ധിച്ചു നോക്കുക, കൺസിഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമാൻഡായിട്ട്, ഒരു കൽപ്പനയായിട്ട് അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വായിച്ചിരുന്നു അത് ആരെയാണ് ശ്രദ്ധിച്ചു നോക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. അപ്പോസ്റ്റൽ ആൻഡ് ദ ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോസ്റ്റൽ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സെൻഡ് ഫ്രം ഗോഡ്, ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ ദൈവമായ 1-ാം അധ്യായത്തിൽ നമ്മൾ യേശു കർത്താവിനെ കാണുമ്പോൾ, 2-ാം അധ്യായത്തിൽ ഹൈ പ്രീസ്റ്റ് എന്നുള്ള നിലയിൽ അത് നമ്മൾ വായിച്ചു. 2-ാം അധ്യായത്തിൽ കാണുന്നു വിശ്വസ്ത മഹാപുരോഹിതൻ എന്നുള്ള വാക്ക് 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കാണുന്നു. താൻ മനുഷ്യനായി എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ജഡത്തിൽ വന്ന യേശു കർത്താവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. കൺസിഡർ ഹിം, ലുക്ക് ഫേംലി അപ്പോൺ ഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതായത് ദൈവത്തിൻ്റെ അപ്പോസ്തലനായി വന്നവൻ, ദൈവത്തിൻ്റെ മഹാപുരോഹിതനായി മനുഷ്യർക്ക് വേണ്ടി നിൽക്കുന്നവൻ യേശു കർത്താവ്, അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരേ നിലയിൽ വിവരിച്ചിട്ട് ആ എബ്രായ വിശ്വാസികളോട് പറയുക, അവനെ ശ്രദ്ധിച്ച് നോക്കണം. ഇത്രയും പറഞ്ഞു കഴിയുമ്പം ആക്ച്വലി ഇത് കേൾക്കുന്ന എബ്രായ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുവാനാണോ പറഞ്ഞിരിക്കുന്നത്? തങ്ങളുടെ മുമ്പിലും ഇതുപോലെ ഒരു വ്യക്തി ഉണ്ടല്ലോ. നമുക്കറിയാം, മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്പാരിസൺ, കമ്പയർ ചെയ്യുവാൻ. ഇപ്പൊ നമ്മൾ അറിയാം, ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത്, ഇതുപോലെ വേറൊരാളും ഉണ്ടല്ലോ, ഇതേ ക്യാരക്ടറുള്ള വേറെ ആളുണ്ടല്ലോ, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്. എബ്രായ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് വളരെ വ്യക്തമായിട്ട് അവരെ നടത്തിയ മോശയെ അറിയാം, പഴയ നിയമ പിതാക്കന്മാരെ അറിയാം. അവര് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ടതും അതുപോലെ തന്നെ ഈ നമ്മൾ വായിച്ച പോലെ മധ്യസ്ഥത ഇണക്കിയായി, പൗരോഹിത്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മധ്യസ്ഥത ഇണക്കിയാണെന്നുള്ളതാണല്ലോ. അങ്ങനെയുള്ളൊരു വ്യക്തി അവർക്കറിയാം, അതാണ് മോശ. ഇവിടെ ഈ 2-ാം വാക്യം തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിയിട്ടാണ് തുടങ്ങുന്നത്. അവനെ ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് 2-ാം വാക്യം തുടങ്ങുന്നത് മോശയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു? ഞാൻ ചിന്തിക്കുകയാണ്, നമുക്ക് ചിലപ്പോൾ തോന്നും, എന്താ
നമ്മളോട് ശ്രദ്ധിച്ച് നോക്കാൻ ആ വിശ്വാസികളോട് പറഞ്ഞിട്ട് മോശയുടെ കാര്യം എടുക്കുന്നെന്ന് ഞാൻ ചിന്തിക്കുക. ഈ എബ്രായ വിശ്വാസികളോട് ഇത് വ്യക്തമായിട്ട് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്, ഇതുപോലൊരു വ്യക്തിയായിരുന്നല്ലോ മോശ. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മളത് വായിക്കുന്നു, മോശ ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു, മോശ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അനുഭവിച്ചിട്ട്, ഞാൻ വാക്യങ്ങൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാം, അങ്ങനെയുള്ളവനാണല്ലോ എന്ന് കമ്പയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം അവരെ സംബന്ധിച്ച് അവർക്കൊരു കാര്യം അറിയാം, അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ, ഈ യഹൂദാജനത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അറിയാം അവരുടെ പഴയ നിയമത്തിൽ ഏറ്റവും വലിയ നേതാവാണ് മോശ. വെറും വലിയ നേതാവെന്നല്ല, നമ്മൾ പല നിലകളിൽ നോക്കിയാൽ ജനനത്തിൽ അവന് പ്രത്യേകതയുള്ളവനായിരുന്നു. കാര്യം എല്ലാ ആൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ട സ്ഥാനത്ത് ജനിച്ചവനായ മോശ, അത്ഭുതകരമായി ദൈവം നടത്തിയ മോശ, മിറക്കിൾ ബേബി എന്ന് വേണേൽ പറയാം, അതുപോലുള്ളൊരു മോശ. പിന്നെ മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ മോശ, ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിനായിട്ട് ഈ ബാധകൾ മിസ്രൈമിൽ വരുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചവനായ മോശ, അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ചവനായ മോശ. ഇങ്ങനെ അവർക്ക് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ മോശയെ പറ്റി പറയാനുണ്ട്. മോശ ഇവർക്ക് വേണ്ടി ഒരു സേവിയർ ആയിരുന്നു, വീണ്ടെടുപ്പുകാരനായിരുന്നു, ഒരു അത്ഭുതങ്ങളെ ചെയ്തവനായിരുന്നു. ഇവര് നോക്കുമ്പോൾ ഇവിടെ എബ്രായ ലേഖന കർത്താവ് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാൻ പറയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ മോശയുടെ കാര്യം കടന്നു വരാം. അതുകൊണ്ട് പെട്ടെന്ന് എബ്രായ ലേഖന കർത്താവ് ആ ഭാഗം നിർത്തിയിട്ട് ആ ഒന്നാം വാക്യം അവിടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് രണ്ടാം വാക്യത്തിലേക്ക് പെട്ടെന്ന് മോശയെ എടുത്തുകൊണ്ട് വരികയാണ്. അതെന്തിനാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും അത് ഹ്യൂമൻ നേച്ചറാണ് നമ്മളങ്ങനെ കമ്പയർ ചെയ്യുക. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ പറയാനുള്ള ചില ആൾക്കാർ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയും, ഓ ഇദ്ദേഹത്തിൻ്റെ ആ ശൈലി എന്ന് പറയുന്നത് ഇന്നയാളുടെ ശൈലി പോലെ. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരതമ്യപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ തുടർന്നുള്ള വാക്യങ്ങൾ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ലേഖനകർത്താവ് അവർക്ക് മോശയെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. താരതമ്യം മാത്രമല്ല, നമ്മൾ വായിക്കുന്ന പോലെ അവിടെ കമ്പാരിസണും കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സാധാരണഗതിയിൽ ഈ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ ഡയറക്റ്റായിട്ട് ചില ട്രൂത്ത്സ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. നമുക്കറിയാമല്ലോ, ചില ആൾക്കാർ നമുക്കറിയാം, ഈ ചില ആൾക്കാർ സുവിശേഷമൊക്കെ പറയാൻ പോകുമ്പോൾ നേരെ ചില വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇപ്പം ഒരു ഈ വരച്ച പടം ഭിത്തിയിലൊക്കെ ഒരു യേശുവിൻ്റെ പടം എന്ന് പറഞ്ഞ് നിന്ന് കാണുന്ന താടിയൊക്കെ വരച്ച ഒരാളെ വരച്ച് കാണുമ്പോൾ ചില ദൈവദാസന്മാർക്ക് പെട്ടെന്ന് അങ്ങ് ഭയങ്കര സീലൊക്കെ അങ്ങോട്ട് വന്നേച്ച്, ഓ ഇതൊന്നും യേശുവിൻ്റെ പടമല്ല, ഇതൊക്കെ നിങ്ങൾ ഇവിടെ വെച്ചാൽ ശരിയാകത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന്, കാര്യം അവരുടെ വിശ്വാസം, അവരുടെ ചിന്ത ഇതൊരു യേശുവിൻ്റെ പടമാണെന്നും യേശുവാണെന്നൊക്കെ ചിന്തിക്കുക. അവരോട് പെട്ടെന്ന് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളം പറയും. എന്നാൽ അതിനെ ഒരു സാമാന്യമായ നിലയിൽ പറഞ്ഞ് നമുക്കൊരു അവിടെ ഒരു എൻട്രൻസ് കിട്ടിയാൽ കാര്യങ്ങൾ പറയാൻ എളുപ്പം. ഇതുപോലാണ് ഇവിടെ വേണമെങ്കിൽ ഒറ്റയടിക്ക് പറയാം, മോശ ആരാ, മോശ വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലങ്ങനെ ചിന്ത വരുന്നുണ്ടല്ലേ, എന്നാൽ ആ മോശ ആരാ, മോശ വെറും ഒരു മനുഷ്യനാ, എന്നാൽ അങ്ങനെ പറയാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ എബ്രായ വിശ്വാസികൾക്ക് ഒരു മുറിവുണ്ടാകത്തക്ക നിലയിൽ അവർ താരതമ്യം മാത്രമല്ല, പിന്നീട് പതുക്കെ താൻ എൻ്റെ വ്യത്യാസവും കൂടെ പറഞ്ഞുകൊണ്ട് താൻ ഈ വിഷയത്തിലേക്ക് ആ വാക്യം അവിടെ തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യാസവും താരതമ്യവും അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. രണ്ടും ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കത്തക്ക നിലയിൽ മോശ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടിയത് നിങ്ങൾ പറയുന്ന പഴയ നിയമത്തിലുള്ള മോശയല്ല. തീർച്ചയായിട്ടും അവൻ വളരെ ശക്തനും വ്യത്യസ്തനുമായ വ്യക്തിയാണ്. നമുക്ക് അവനിൽ ചില മഹത്വമൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. എന്ന് പറഞ്ഞതിന് ശേഷം അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിശദീകരിച്ചിട്ട് എന്തുകൊണ്ട്
താൻ പറഞ്ഞ പോയിന്റ് യേശു ഈ പറയുന്ന മഹാപുരോഹിതനും അപ്പോസ്തലനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ആ വാദം അവിടെ ഒരു ഡിബേറ്ററെ പോലെ ഉറപ്പിക്കുകയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ ചെയ്യുന്നത്. നമ്മൾ അതിന്റെ രണ്ടാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. വേഴ്സ് 2 ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. രണ്ടാമത്തെ വാക്യം വായിച്ചു. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനു വിശ്വസ്തനാകുന്നു. മതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വാക്യത്തില് നമ്മൾ വായിക്കുമ്പോൾ തന്നെ പറയാം, ഹു വാസ് ഫെയ്ത്ത്ഫുൾ ടു ഹിം ദാറ്റ് അപ്പോയിന്റഡ് ഹിം as also was Moses in all his house. മോശയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഒറ്റയടിക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വേദഭാഗത്തിൽ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മോശ എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് വരിക. മോശയും യേശുവും ഒരു കാര്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപോലെ. അത് ഏത് കാര്യത്തിലാ? നമ്മൾ അതാണ് രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കമ്പയർ ചെയ്തിട്ട് അത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാവും. യേശു മോശയെ പോലെ. ഏത് കാര്യത്തിലാ? അത് പറയുകയാണ് രണ്ടാം വാക്യം. ഒന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്നത്, ഈ വാക്യത്തില് ഒന്നാമത് നമ്മൾ കാണാൻ സാധിക്കുന്നത് യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസനാകുന്നു. ബോത്ത് ഓഫ് ദം, ജീസസ് ആൻഡ് മോസസ്, both of them were appointed by God. ഒന്ന് ശ്രദ്ധിക്കുക, എങ്ങനായിരുന്നു? തന്നെ നിയമിച്ചാക്കിയവന്, അപ്പോയിന്റ് ചെയ്തവന്. അങ്ങനെ ആകുമ്പോൾ രണ്ടുപേരും, ഒന്നാമത്തെ കമ്പാരിസൺ യേശുവും മോശയും നിയമിക്കപ്പെട്ടതാണ്, ദൈവത്താൽ നിയമിക്കപ്പെട്ടവരായിരുന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് both of them were faithful. രണ്ടുപേരും എന്തായിരുന്നു? വിശ്വസ്തരായിരുന്നു. ഇത് കേൾക്കുമ്പം ഈ ലേഖനം എഴുതപ്പെട്ട എബ്രായ വിശ്വാസികൾക്ക് വളരെ സന്തോഷമാണ്. കാര്യം എന്താ? ശരിയാ, മോശയെ പോലെ ഞങ്ങള് പറഞ്ഞതിനകത്തും കുറെ കാര്യമൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ വരാം. നമ്മൾ വായിക്കുന്നുണ്ട്, 2-3 വാക്യങ്ങൾ നമുക്ക് എടുക്കാം. എങ്ങനെ ദൈവം മോശയെ അപ്പോയിന്റ് ചെയ്തു, അതായത് എബ്രായ വിശ്വാസികൾക്ക് വളരെ സുപരിചിതമാണെങ്കിലും നമുക്ക് 2-3 വാക്യങ്ങളൊന്ന് എടുക്കാം. പുറപ്പാട് പുസ്തകത്തിൽ ആ വാക്യങ്ങൾ എടുത്തിട്ട് നമുക്ക് നോക്കാം. എടുക്കാം പുറപ്പാട് പുസ്തകം, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മതി. ഇവിടെ ഈ പറയുന്ന വാക്യത്തിൽ നമുക്കറിയാം, മോശയോട് അവിടെ യേശു കർത്താവ്, മോശയോട് ദൈവം പറയുന്നൊരു കാര്യമാണ്. ഇങ്ങനെ പറയുന്നത്, അവനെ അയക്കുകയാണ്. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഇവിടെ അയക്കും, ഫറവോന്റെ അടുക്കൽ അയക്കും. ദൈവം അവനെ അപ്പോയിന്റ് ചെയ്യുകയാണ് ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി. ഫറവോന്റെ അടുത്തേക്ക് അയച്ച്, നമുക്കറിയാം അതിൻ്റെ വേദഭാഗങ്ങൾ, അവിടുന്ന് ഈ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്തത്. അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, 14-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോ, വേഴ്സ് 14. അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം. ശ്രദ്ധിക്കുക, ആരയച്ചെന്നാ പറയുന്നത്? ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു പറയണം. അത് നേരത്തെ പറഞ്ഞ പോലെ ദൈവത്താൽ അയക്കപ്പെട്ടവനായിട്ട് നമുക്ക് മോശയെ കാണാൻ പറ്റും. ഇത് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോഴും ഇതേ കാര്യം കാണാൻ സാധിക്കും. അയക്കപ്പെട്ടവനായ മോശയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യം വായിക്കാം. ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ എടുക്കാം. 7-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് അവിടെയും നമുക്ക് കാണാൻ സാധിക്കും, മോശയെ അയച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് വായിച്ചാട്ടെ, 7:35. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആര്?
എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. മതി വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. ഞാൻ പറഞ്ഞത് ഇവിടെ രണ്ട് വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മോശയെ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്ത് അയച്ചതാണ്. നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുമ്പോൾ യേശുവിനെ, നമുക്കത് 2-3 വാക്യം കൊണ്ട് പിന്നീട് വായിക്കാം. അതുപോലെ യേശു കർത്താവും പിതാവിനാൽ അല്ലെ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടവനായിരുന്നു വചനത്തിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ ഇവർക്ക് അവിടെ ആ താരതമ്യം വ്യക്തമാക്കി കൊടുക്കുകയാണ് ലേഖനകർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 2-3 വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ്, എങ്കിലും ഞാൻ വാക്യങ്ങൾ കൂടെ എടുത്തു പോകുന്നുള്ളതേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. 17-3 ഞാൻ വായിക്കാം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. അതായത് നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നത് നിന്നെ അയച്ച യേശുക്രിസ്തു, നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിങ്കിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യപ്പെട്ടവനായിട്ട് വന്ന യേശു കർത്താവിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പിന്നീടുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയച്ചിരിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പ്രവൃത്തിയെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നെന്ന് പറഞ്ഞു. നമുക്ക് ചുരുക്കത്തിൽ കാണാം, ഹീസ് അപ്പോയിന്റഡ് ബൈ ദ ലോർഡ്. ദൈവത്താൽ അപ്പോയിന്റ് ചെയ്ത് അയക്കപ്പെട്ടവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 2-3-4 വാക്യങ്ങളുണ്ട്, ഞാൻ എടുക്കുന്നില്ല. നമുക്കത് അല്ലേ തന്നെ അറിയാം, നമുക്ക് ദൈവത്താൽ അയക്കപ്പെട്ടവനായിട്ടാണ് ക്രിസ്തു വന്നെന്നുള്ളത് അറിയാം. ഞാൻ അതുകൊണ്ട് വാക്യങ്ങൾ എടുക്കുന്നില്ല. ചുരുക്കത്തിൽ ഒന്നാമത് ഈ 2 കമ്പാരിസണിൽ ഒന്നെന്ന് പറയുന്നത് ബോത്ത് ജീസസ് ആൻഡ് മോസസ് വെയർ അപ്പോയിന്റഡ് ബൈ ഗോഡ്. ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടവനായിരുന്നു എന്ന് കാണാം. രണ്ടാമത് നമ്മൾ വായിച്ചത്, അവിടെ വായിക്കുന്ന ആ 2-ാം വാക്യത്തിൽ നമ്മൾ എബ്രായ ലേഖനം 3:2 വായിക്കുമ്പോൾ, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശു. സോ ബോത്ത് വെയർ ഫെയ്ത്ത്ഫുൾ ഇൻ ദർ ഡ്യൂട്ടീസ്. അവരെ ഏൽപ്പിച്ചിരുന്ന ഡ്യൂട്ടിയിലും അവരെ ഏൽപ്പിച്ച വ്യക്തിയോടും ചെയ്തിരുന്ന ശുശ്രൂഷയോടും അവർ വിശ്വസ്തരായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയുക, മോശ നിങ്ങൾ പറയുന്നത് പോലെ തീർച്ചയായിട്ടും നല്ല വ്യക്തിയാണ്, എന്താണ് ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. മാത്രമല്ല രണ്ടുപേരും മോശയും വിശ്വസ്തനായിരുന്നു നമുക്ക് എന്നുള്ള കാര്യം താൻ അവരോട് പറയുകയാണ്. ഇത് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും ഇതേ കാര്യം ഒന്നുകൂടെ എടുത്ത് പറയുന്നുണ്ട്. അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അവന്റെ ഭവനത്തിലൊക്കെയും മോശ എന്ത് ചെയ്തു? വിശ്വസ്തനായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അന്നേരം മോശ വിശ്വസ്തനായിട്ടിരുന്നു. നമ്മോട് പറയുകയാണ് ദൈവത്തിന്റെ ഭവനത്തിലൊക്കെയും എന്ന് പറഞ്ഞു. എന്നാൽ അതുപോലെ തന്നെ പറയുകയാണ് യേശു കർത്താവ് നമ്മൾ വായിച്ച വാക്യത്തിൽ താൻ വിശ്വസ്തനായിട്ട് തൻ്റെ ശുശ്രൂഷ ചെയ്തു എന്ന് നമ്മളിവിടെ വായിക്കുന്നത്. ഈ നമുക്ക് വേറൊരു വാക്യം വായിക്കുമ്പോൾ, പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ മോശയുടെ വിശ്വസ്തതയെ പറ്റി വളരെ വ്യക്തമായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സംഖ്യാപുസ്തകത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ ഇവിടെ നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ ഇവിടെ വായിച്ചത് എങ്ങനെ? മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു നമ്മൾ വായിക്കുന്നത്. ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ ഹിസ് ഹൗസ് എന്നാണ് വായിച്ചത്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ നമ്പേഴ്സ് ചാപ്റ്റർ 12 അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, 12-ന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മോശയെ പറ്റി പറയുന്നുണ്ട്, മോശയുടെ വിശ്വസ്തതയെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാം. 12-ന്റെ 7. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ശ്രദ്ധിക്കുക, എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലെല്ലാം വിശ്വസ്തനാകുന്നു. നമ്മൾ അതേ കാര്യമാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ എഴുതുന്നത്. കാര്യം ഈ സംഭവം പറയുമ്പോൾ നമുക്കറിയാം, മോശ കൂശ്യ സ്ത്രീയായ വിവാഹം കഴിച്ചതിന് ശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് മിര്യാമും അഹ്റോനും എല്ലാം എതിരായിട്ട് വന്നപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ദൈവം അവരോട് പറയുന്ന കാര്യമാണ്, മോശ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിലെല്ലാം എന്താണ്? വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
ഇത് പുറപ്പാട് പുസ്തകം 35 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ ഏകദേശം 12ഓളം പ്രാവശ്യം ദൈവാത്മാവ് അവിടെ എഴുതിയിട്ടുണ്ട് മോശ വിശ്വസ്തനായിരുന്നു. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അതേപടി യാതൊരു കുറവുമില്ലാതെ മോശ ചെയ്തു എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അന്നേരം ഈ വാക്യത്തിൽ കാണുന്നത് ഈ ഗ്രഹവിചാരകന്മാരെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ, ഇവൻ തൻ്റെ ഭവനത്തിലൊക്കെയും എന്തായിരുന്നു? വിശ്വസ്തനായിരുന്നു. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹവിചാരകന്മാരിൽ പറ്റി ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? 1 കൊരിന്ത്യർ 4:2 വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന വേദഭാവമാണ്. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 2 നമ്മൾ വായിക്കുന്നുണ്ട്. ഗ്രഹവിചാരകന്മാരെ പറ്റി ആഗ്രഹിക്കുന്നത് എന്താണ്? അവർ വിശ്വസ്തരായിരിക്കണം. നമ്മൾ ഗ്രഹവിചാരകന്മാരെന്ന് പറയുമ്പോൾ ദൈവഭവനത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ അവരെന്തായിരിക്കണം? സ്റ്റുവാർഡ്സ്, എപ്പോഴും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, അവർ വിശ്വസ്തരായിരിക്കണം. എന്നാൽ നമ്മൾ അതുപോലെ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവും അതുപോലെ വിശ്വസ്തനായിരുന്നു കാണാൻ സാധിക്കും. ഒരിക്കൽ നമുക്ക് വളരെ സുപരിചിതമുള്ള വേദഭാവമാണ് 4-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ആ വാക്യം ഒന്ന് എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ 4-ന്റെ 34-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് വളരെ സുപരിചിതമുള്ള വാക്യമാണ്. അവിടെ യേശു കർത്താവ് ആ പാപിനിയായ സ്ത്രീയുടെ അടുത്ത് കടന്നു വന്ന്, ആ ശമരിയ സ്ത്രീയുടെ അടുത്ത് വന്ന് അവിടെ വെച്ച് തന്നെ വെളിപ്പെടുത്തുന്ന സമയത്ത് താൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാര് ഫുഡ് മേടിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോയി തിരിച്ചു വന്നപ്പം ഗുരു ഒന്നും കഴിച്ചില്ല എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നൊരു വാക്യമാണ് 34-ാമത്തെ വാക്യം എന്ന് വായിച്ചോ. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത്. യേശു അവരോട് പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞതാ, ഭക്ഷിപ്പാൻ ഞങ്ങൾ കൊണ്ടുവന്നുവല്ലോ എന്നൊക്കെ പറയുമ്പോൾ യേശു കർത്താവ് മറുപടി, യേശു അവരോട് പറയുക, പറഞ്ഞോ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. നമുക്കറിയാവുന്ന വേദഭാവമാ. എന്ത് ചെയ്തു? തന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുന്നതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന ജോലിയുടെ വിശ്വസ്തത. നമുക്കറിയാം, ചില നാട്ടിലൊക്കെ ഈ ജോലിക്കൊക്കെ ആൾക്കാരെ വെക്കുമ്പോൾ അറിയാൻ പറ്റും, അല്ലേ? ജോലിക്ക് ആൾക്കാരെ വെച്ച് കഴിയുമ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ അവര് ഈ സമയം കളയാൻ വേണ്ടി എന്താണെന്നറിയാം, രാവിലെ ജോലിക്ക് വരും. ജോലിക്ക് വന്നു കഴിയുമ്പോഴത്തേന് ആദ്യം രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറഞ്ഞ്, പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 8 മണിയാകുമ്പോൾ വരും. ആദ്യം വന്ന് ജസ്റ്റ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്ന ഈ 2 കിളയൊക്കെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഒരു 1 മണിക്കൂർ സമയം ഇരുന്ന് ആ വിശാലമായിട്ട് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് ഒരു ഏമ്പൊക്കെ വിട്ടേച്ച് പിന്നെ പതുക്കെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒന്ന് ജോലിക്ക് കയറും. പിന്നെ ഒന്ന് 2 കിളച്ചൊരു ഇച്ചിരി അങ്ങോട്ട് കഴിയുമ്പോൾ ഉച്ചയായി. പിന്നെ അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും. ഉടനെ എങ്ങനെയെങ്കിലും 4 മണിയാകുമ്പോൾ ഒരു കാപ്പി. ഇതെല്ലാം കഴിച്ചെല്ലാം അവസാനം വരുമ്പം അവർ ചെയ്ത ജോലിയുടെ സമയം വളരെ കുറവായിരിക്കും. എന്നാൽ യേശു കർത്താവ് തന്നെ ജോലി ഏൽപ്പിച്ചവനെ പറ്റി നോക്കിയിട്ട് പറയുന്ന വാക്യം ഇങ്ങനെയാണ്. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയായിരുന്നു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെയാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ യേശു കർത്താവ് എത്ര വിശ്വസ്തനായിരുന്നു നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് അതായത് ഞാൻ പറഞ്ഞത്, മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. മോശയെ ദൈവം അപ്പോയിന്റ് ചെയ്തതാണ്. ശരിയാണ്, ആ എബ്രായ വിശ്വാസികൾ പറയുന്നത്, തന്നത് കൺഫേം ചെയ്തിട്ട് പറയുകയാണ്, യേശു കർത്താവും അങ്ങനെ തന്നെയാ. യേശു കർത്താവും വിശ്വസ്തനായിരുന്നു. യേശു കർത്താവും അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാ, പിതാവിനാൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാ. നമുക്ക് ഇത് പറയുമ്പോൾ, ഒരു കോമൺ ആയിട്ട് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ചില കാര്യങ്ങൾ ചില വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചില മിസ്റ്റേക്കൊക്കെ വന്നാലും എന്താ, ചില ആൾക്കാർ പറയും മൊത്തത്തിൽ അവൻ നല്ല ആളായിരുന്നു എന്ന് പറയാറുണ്ട്, ഇല്ലേ? എന്ന് പറയും. മോശയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ മോശ അവിശ്വസ്തനായ സാഹചര്യങ്ങളുണ്ട്. ദൈവം പറഞ്ഞത് ചെയ്യാതെ പറയാൻ അടിച്ച സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ മോശ വിശ്വസ്തനായിരുന്നു. എന്നാൽ യേശു കർത്താവിന്റെ വിശ്വസ്തത, ഞാൻ ഇതിനിടയ്ക്ക് ഓർമ്മ വന്നോട് പറയുക, യേശു കർത്താവിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു വിഷയത്തിലും അവിശ്വസ്തത എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. എന്നാൽ മോശയുടെ ജീവിതത്തിൽ അവിശ്വസ്തത വന്നെങ്കിലും നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ അവൻ വിശ്വസ്തനായിരുന്നു എന്ന് പറയാം. ഇവിടെ വേറൊരു വാക്യം കൂടെ നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
ഈ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രത്യേകം ഊന്നി പറയുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഭവനം എന്നുള്ള വാക്കാണ്. ഞാനത് വായിച്ചപ്പോൾ ശ്രദ്ധിക്കാനിടയായി. അവിടെ 2-ാം വാക്യത്തിൽ പറയും മോശ ദൈവഭവനത്തിൽ. ഓരോ വാക്യത്തിലും ഭവനം ഭവനം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്താണെന്ന് പിന്നീട് താഴോട്ട് പറയും. ഈ ദൈവഭവനം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എല്ലാ വാക്യങ്ങളും ഒരേ നിലയിലല്ല, പല മീനിങ്ങിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും നമുക്കത് വായിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കും 7 പ്രാവശ്യം ഭവനത്തിൽ 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 എന്നുള്ള എല്ലാ വാക്യങ്ങളിലും അത് ഉൾപ്പെടുത്തി അവിടെ പറഞ്ഞിട്ടുണ്ട് ആ വേദഭാഗങ്ങളിലെല്ലാം. ഇനി നമുക്ക് ഒന്നാമത് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് 2-ാം വാക്യത്തിൽ ഇവർ രണ്ടും ഒരു കാര്യത്തിൽ തുല്യരാണ്, അല്ലെങ്കിൽ അവരുടെ തുല്യത പറയുകയാണ്. അവരുടെ കമ്പയർ ചെയ്തിട്ട് കമ്പാരിസണിൽ അവരുടെ തുല്യത പറയുകയാണ്. എന്നാൽ അടുത്ത വാക്യം തൊട്ട് ഇവരിത് പറഞ്ഞപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ശരിയാ, ഈ പറഞ്ഞ കറക്റ്റാ, മോശ വിശ്വസ്തനായിരുന്നു, മോശ അപ്പോയിന്റ് ചെയ്തതാ. ഈ നിങ്ങൾ പറഞ്ഞ പോലെ യേശുവും വിശ്വസ്തനായിരുന്നു, യേശുവിനെ അപ്പോയിന്റ് ചെയ്തതാ. എന്നാൽ അടുത്ത വാക്യം തൊട്ട് അതിന്റെ കോൺട്രാസ്റ്റ് പറയുക. ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തെ തുല്യതയല്ല പറയുന്നത്, ഇക്വാലിറ്റി അല്ല പറയുന്നത്, മറിച്ച് അവിടുത്തെ വ്യത്യസ്തത പറയുകയാണ് അടുത്ത വാക്യം തൊട്ട്. നമുക്കതിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. 3-ാം വാക്യം വായിച്ചാൽ മതി. 3-ാം വാക്യം. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനം ഉള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. മതി. ഇവിടെ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും ഒരിക്കലും ഇവര് ചിന്തിക്കുന്ന, ഇവര് വലിയവനായിട്ട് കാണുന്ന, ഇവരെ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത മോശയെ കുറച്ച് പറയുകയല്ല ചെയ്യുന്നത്. അതൊക്കെ അതിനകത്തൊരു ചെറിയ അവരുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. 3-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് ഇങ്ങനെ ഇരിക്കുന്നത്, ഫോർ ഹി ഹാഡ് ബീൻ കൗണ്ടഡ് വർത്തി ഓഫ് മോർ ഗ്ലോറി ദാൻ മോസസ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അധികം മഹത്വം ഉണ്ടെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയ്ക്ക് മഹത്വമുണ്ട്, യേശുവിന് എന്തുണ്ട്? അധികം മഹത്വമുണ്ട്. ആദ്യം ഈക്വാലിറ്റി പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യത്തിൽ അവരുടെ ചിന്തകളെ ഈ താൻ പറയുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി ജീവിതത്തിൽ പരാജയപ്പെടാതെ അവസാനം വരെ പോകണമെന്നുള്ളത് പറയുന്നതിന് വേണ്ടി അടുത്ത വാക്യത്തിൽ പറയുക, മോശയ്ക്ക് മഹത്വമുണ്ട്. മഹത്വം ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു കാര്യമുണ്ട്, മോസസ് ഹാസ് ഗ്ലോറി. അതുപോലെ തന്നെ അടുത്ത വാക്യത്തിൽ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, മോശയ്ക്ക് മഹത്വമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? മാനവുമുണ്ട്. ഹി ഹാസ് ഓണർ. ഇത് രണ്ടുമുണ്ട്. പക്ഷേ യേശു കർത്താവിന് എന്തുണ്ട്? മോർ ഗ്ലോറി ആൻഡ് മോർ ഓണർ. മലയാളത്തിൽ വായിക്കുമ്പോൾ അധികം മഹത്വവും അധികം മാനവുമുണ്ട്. പെട്ടെന്ന് അവരുടെ ചിന്തയെ ഒന്ന് തിരിക്കുന്നതിന് വേണ്ടി, എന്ന് പറഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി മോശ ആദ്യം അവരുടെ കമ്പാരിസൺ, തുല്യത പറഞ്ഞു. അടുത്തത് പതുക്കെ അവരുടെ കോൺട്രാസ്റ്റ്, ആ വ്യത്യാസം ഒന്ന് പറഞ്ഞ്, ഇങ്ങനൊരു വ്യത്യാസം ഉണ്ടല്ലോ, മോശയേക്കാൾ യേശു കർത്താവിന് മോർ ഗ്ലോറി ഉണ്ട്, മോർ നമ്മൾ വായിച്ചില്ല ഓണറുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അതെന്തുകൊണ്ടാണ് പറയാനുള്ള കാര്യം അതാണ് എന്ന് എണ്ണിക്കും. അതെങ്ങനെ നിങ്ങൾ പറയുന്നത്? അത് പറയുന്ന ഒരു സംശയം ഞങ്ങൾക്ക് വരിക എന്ന് വേണേൽ അവർക്ക് ചോദിക്കാം. 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നാലാം വാക്യം ഒന്ന് വായിച്ചോ. 4-ാം വാക്യത്തിൽ എങ്ങനെയാണ് ആ വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കുക. പറയും 4-ാം വാക്യം വായിച്ചോ. ഏതു ഭവനവും ചമയ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. മതി. ഇവിടെ പറയുകയാണ്, താൻ ഈ 3-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവാണ് ഈ മോശ വിശ്വസ്തനായിരുന്ന ഭവനം സൃഷ്ടിച്ചവൻ, നിർമ്മിച്ചവൻ എന്ന് പറയുക അവരോട്. എന്നിട്ടും തോന്നില്ല. അന്നേരം ഇവർക്ക് സംശയം തോന്നുന്നു, അങ്ങനെ ആകുമ്പം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവമല്ലേ, ഞങ്ങളെ യഹോവ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമല്ലേ? അപ്പൊ പറയുകയാണ് 4-ാം വാക്യത്തിൽ താൻ പറയുക, സർവവും ചമച്ച ദൈവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. ഇവന്റെ ദൈവത്വം പറഞ്ഞുകൊണ്ട് മോശയേക്കാൾ അധികം മാനവും അധികം ഹോണറും അതുപോലെ തന്നെ ഗ്ലോറിയും ലഭിക്കുന്നതിനുള്ള കാരണം യേശു കർത്താവ് ഭവനം സൃഷ്ടിച്ച ആ സൃഷ്ടാവാണെന്ന് അവരോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ പറയുമ്പോൾ
സകലത്തിൻ്റെയും തുടക്കം നമ്മൾ ഈ അധ്യായം ഈ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുന്ന സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവമാണെന്ന് 1:3 നമ്മൾ വായിക്കുന്നുണ്ട്. ഹീസ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവരോട് പറയുക, ആ നിലയിൽ ദൈവം എന്നുള്ള നിലയിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടവനാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ പോലെ വിശ്വസ്തനാണ്. എന്നാൽ യേശു കർത്താവിന് സൃഷ്ടിതാവ് എന്നുള്ള നിലയിൽ മോശയെക്കാളും മഹത്വവും മാനവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചിന്തയ്ക്കൊരു സ്വല്പം കൂടെ മുമ്പോട്ട് അവരെ ചിന്തിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. ശരിക്കും നമ്മൾ മറ്റു വേദഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ഈ എബ്രായ ലേഖനം തന്നെ വായിച്ചാൽ കാണാൻ സാധിക്കും, അവസാനം വരുമ്പോൾ ഈ മോശ പോലും ഡയറക്റ്റായിട്ട് ചിന്തിച്ചൊരു കാര്യം എബ്രായ ലേഖന കർത്താവ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവിടെ ഇപ്പൊ പതുക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, അധികം മാനത്തിന് എണ്ണുക എന്ന് പറഞ്ഞെങ്കിലും താൻ അവസാനം വരുമ്പോൾ എബ്രായർ 11:26 വാക്യം 11 chapter 26 ഒന്ന് വായിച്ചോ. വായിച്ചോ. 27 ഞാൻ വായിക്കും. 11:26 ഇങ്ങനെ വായിക്കുന്നത്. മോശയെ പറ്റി പറയുന്ന ഭാഗമാണ് അവിടെ 26 മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം, ഈ മോശ താൻ അവസാനം വന്നപ്പോഴത്തേനും താൻ പറഞ്ഞു കൊടുക്കുകയാണ്, മോശ എന്ത് ചെയ്തു? ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം താൻ അവസാനം വരുമ്പോൾ മോശ എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനെ നിന്നയ്ക്ക് വേണ്ടി സഹിക്കുന്നവനായിരുന്നു എന്നുള്ളൊരു ചിന്ത നമുക്കറിയാം. ഈ വേദഭാഗത്ത് അവിടെ താൻ അവസാനം വരുമ്പോൾ ഉറപ്പിച്ചു കൊണ്ടിരുന്നുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമുക്കതുപോലെ തന്നെ അറിയാം, 1 കൊരിന്ത്യർ 10:4 വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പറയുമ്പോൾ അവർ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. ചുരുക്കത്തിൽ അവരെ ഗൈഡ് ചെയ്തതും അവരെ പണിതതും അവരെ നടത്തിയതും യേശു കർത്താവായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ അവരുടെ സൃഷ്ടാവായി അവരെ നടത്തിയവനായ പുത്രൻ തമ്പുരാനെ നമുക്കവിടെ കാണാൻ പറ്റും. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. മൂന്നാമത് നമ്മൾ വായിക്കുമ്പോൾ ഇനി അടുത്ത വ്യത്യാസം, ഇപ്പൊ നമ്മൾ ഒരു വ്യത്യാസം കണ്ടു, മോർ ഗ്ലോറി ആൻഡ് മോർ ഓണർ എന്ന് കണ്ടു. ആദ്യം ഈക്വൽ ആന്ന് പറഞ്ഞു, രണ്ടാമത് മോർ ഗ്ലോറി മോർ ഓണർ. ഇനി അടുത്ത് നമ്മൾ വായിക്കുന്നത് അത് തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ അടുത്തൊരു വ്യത്യാസം നമ്മൾ വായിക്കുന്നത്, നമുക്ക് അതിന്റെ അടുത്ത വാക്യങ്ങൾ വായിക്കാം. അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. 3-ന്റെ 5ഉം 6ഉം. അവന്റെ ഭവനത്തിലൊക്കെയും 6-ന്റെ ആദ്യത്തെ ഭാഗം വരെ വായിച്ചാൽ മതി. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം 5-ാം വാക്യം ചേർത്തിട്ട് 5-ാം വാക്യം തൊട്ട് 5-ന്റെ ആദ്യം തൊട്ട് 5ഉം 6-ന്റെ ആദ്യത്തെ വാക്യം. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്തിരുന്നതിന് സാക്ഷ്യം പറയുന്ന വൃത്തിനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. മതി. ഇവിടെ നമുക്ക് ഈ വേദഭാഗത്ത് കാണാൻ സാധിക്കും, ഇങ്ങനെയാണ് വായിക്കുന്നത്, അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്ന സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന്റെ അധികാരിയായ പുത്രനായിട്ട് തന്നെ. ഇവിടെ ഏറ്റവും അവസാനം വന്നപ്പോൾ ഈ താരതമ്യം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം വന്നപ്പോഴത്തേന് താൻ ഇങ്ങനെ കാര്യം, മോശ അവനൊരു ഭൃത്യൻ മാത്രമായിരുന്നു എന്ന് അവരോട് പറയുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈക്വലായിരുന്നു. മോർ ഗ്ലോറി മോർ ഓണർ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുക, ഈ ഭവനത്തിലൊക്കെയും ഒരു വ്യത്യാസം പറയുക, മോശ വലിയ ലീഡറാണ്, പക്ഷേ ഹി വാസ് ഓൺലി എ സെർവന്റ്. അരുളി ചെയ്യുവാൻ സാക്ഷ്യം പറയുന്ന ഭൃത്യൻ മാത്രമായിരുന്നു നമ്മളവിടെ പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ മോശയെക്കാളും വലിയവനാണ്. വലിയവനെന്ന് മാത്രമല്ല, മോശയെക്കാളും ആ നിലയിൽ താരതമ്യപ്പെടുത്താൻ വയ്യാത്ത നിലയിൽ യേശു വലിയവനാണ്. അതുകൊണ്ട് അവനെ ശ്രദ്ധിച്ചു നോക്കണമെന്നുള്ളതാണ് താൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ആദ്യം തൊട്ട് വായിച്ചത് ഇവരുടെ മനസ്സിലേക്ക് വളരെ വ്യക്തമായിട്ടുള്ള ചിന്ത ലേഖനകർത്താവ് പകർന്നു കൊടുക്കുകയാണ്. നമ്മൾ പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞതിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത്, ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ് ആൻഡ് ഹെയർ ഓഫ് ഓൾ തിങ്സ്.
സകലത്തെ നിർമ്മിച്ചവൻ ഇവനാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത്, അതായത് പുത്രൻ തമ്പുരാനാണ്, യേശു കർത്താവാണ് സകലത്തെയും സൃഷ്ടിച്ചത്, അവൻ ദൈവമാണ്. പക്ഷെ മോശ അവന്റെ ഭവനത്തിലൊക്കെയും വെറും ഭൃത്യൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വാക്യം, ഞാൻ പെട്ടെന്ന് സമയം തീരുകയാണല്ലോ, പെട്ടെന്ന് ഞാൻ ഒരു വാക്യം ഇവിടെ പറഞ്ഞു പോയി. ഇവിടെ പറയുന്നത് മോശ എങ്ങനെ ഭൃത്യനായിരുന്നു എന്നാ പറയുന്നേ. അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്, ടു ടെസ്റ്റിഫൈ ഓഫ് ദോസ് തിങ്സ് വിച്ച് വെയർ ടു ബി സ്പോക്കൺ ലേറ്റർ. അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇനി പറയാനിരിക്കുന്ന, ഭാവിയിൽ പറയാനിരിക്കുന്ന, അരുളി ചെയ്യുവാൻ ഇരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യൻ. മുമ്പിലോട്ട് ചില കാര്യങ്ങൾ പറയാൻ പോകുന്നതിന്റെ ഒരു സെർവൻ്റായിട്ട് മാത്രമാണ് മോശ വന്നെന്ന് പറയുക. അവസാനം ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവര് പെട്ടെന്ന്, അയ്യോ അതെങ്ങനെ പറ്റുന്നത്? അവര് ചിന്തിച്ചിരുന്ന അവരുടെ വലിയ നേതാവായിരുന്ന മോശ ഇപ്പൊ പറയാ ഭൃത്യൻ മാത്രമാണ്. എങ്ങനെ ഭൃത്യനാ? അവനെ കൊണ്ട്, അവന്റെ ജോബ് എന്ന് പറയുന്ന വിശ്വസ്തനായിരുന്നത്. ഇനി അരുളി ചെയ്യുവാൻ ഇരിക്കുന്ന ചില കാര്യങ്ങളെ പറ്റി അതിനു വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് അവനെ ഭൃത്യനാക്കിയത്. ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ അരുളി ചെയ്യുന്നതിന് വേണ്ടി. നമുക്ക് അത് എന്തുമാണ് മോശ പറഞ്ഞതെന്ന് നോക്കാം. നമുക്ക് 2-3 വാക്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് മോശ വിശ്വസ്തയോടെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന, അരുളി ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റി ഇവൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. എന്താ സാക്ഷ്യം? നമുക്കെടുക്കാം ആവർത്തന പുസ്തകം, ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ ഞാൻ ആ വാക്യം എടുക്കാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 18, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തില് അതിൻ്റെ 15 ഞാൻ വായിക്കാം. 18-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മോശ പറയുന്നൊരു കാര്യമാണ്. 18-15 ഇങ്ങനെ ഞാൻ വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഇവിടെ അവരോട് പറയുക, മോശയെ പോലെ. മോശ പറയുകയാണ്, താനെന്താ പറഞ്ഞത്? എന്നെപ്പോലെ ഒരു പ്രവാചകനെ. മോശ എന്താ സാക്ഷ്യം പറയുന്നത്? ഭാവിയിൽ അരുളി ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റി മോശ അവരോട്, അവിടുത്തെ ജനത്തോട് പറയുക. എന്താ പറയുന്നത്? എന്നെപ്പോലെ ഒരു പ്രവാചകനെ എന്ത് ചെയ്യും? ഇനി നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഇതാരായി പ്രവാചകൻ? അതാണ് നമ്മൾ താൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറയുവാൻ വേണ്ടി, അരുളി ചെയ്യുവാൻ ഇരുന്നതിന്റെ സാക്ഷ്യം പറയാൻ വേണ്ടി ഭൃത്യനായിട്ടാണ് മോശയെ സൃഷ്ടിച്ചാക്കിയത്. അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ തന്നെ ആ പ്രവാചകൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ 18-19 വാക്യോടെ ഞാൻ വായിക്കാം. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെ അവൻ നിങ്ങളോട് പറയും എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ ഏതൊരുവനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞിട്ട്, ഇനിയും അരുളി ചെയ്യുവാനിരിക്കുന്ന അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന യേശു കർത്താവിനെ പറ്റി ഒരു പ്രോഫസി പോലെ പറയുക. അത് പറയുന്നതിന് വേണ്ടിയുള്ള ഭൃത്യൻ മാത്രമായിരുന്നു മോശ എന്നാണ് എബ്രായ ലേഖന കർത്താവ് അവിടെ എഴുതുന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു കർത്താവ് ഇതേ കാര്യം പറയുന്നുണ്ട്. ഈ നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം വരുമ്പം ഇവരിത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഇതെങ്ങനെ നടക്കും? മോശയെപ്പറ്റി ഇത്ര ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഈ മോശയെപ്പറ്റി എന്ത് ഈ പറയുന്നത് എത്ര ശരിയാകും എന്ന് പറയുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ 5:46 ഒന്ന് വായിക്കാം. അവിടെ യേശു കർത്താവ് മോശയെപ്പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:46 വാക്യം, 46 ഞാൻ തന്നെ വായിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5:46. താൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം എന്താ? അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെ എഴുതുന്നത്, എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വചനം എങ്ങനെ വിശ്വസിക്കും? അതായത് ഇവിടെ നമ്മൾ യേശു കർത്താവ് എടുത്തു പറയുകയാണ്. എന്ത് ചെയ്തു? മോശ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ എബ്രായത്തിൽ വായിക്കുമ്പോൾ അത് എഴുതിയിരിക്കുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ട് മാത്രമാണ് മോശ വന്നത്. മോശ പറഞ്ഞൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. യേശു കർത്താവ് പറയുക, നിങ്ങൾ ആ വേദഭാവം വായിച്ചായിരുന്നെങ്കിൽ ആ എഴുന്നേൽപ്പിച്ച പ്രവാചകൻ എന്ന് പറയുന്നത് ഞാനായിരുന്നു. അത് നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നിൽ വിശ്വസിച്ചേനെ. ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എബ്രായ വിശ്വാസികളോട്
അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മൾ പറയത്തില്ലേ, യഥാർത്ഥത്തിൽ ആ ദൈവിക സത്യം വിളിച്ചു പറയുകയാണ് ലേഖനകർത്താവ്. ഈ മോശ പറഞ്ഞ പ്രവാചകൻ യേശു കർത്താവാണെന്ന്. അത് വീണ്ടും അത് റീകൺഫേം ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, ഇത് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് 2 വാക്യം കൊണ്ട് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി, സമയം മുമ്പോട്ട് പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 3:22 വായിക്കുമ്പോൾ ഇതേ വാക്യം തന്നെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. എടുക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 3 വാക്യാണ്. ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സ് 22 ഇതേ വാക്യം കോട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ വേദഭാവം വായിക്കുന്നുണ്ട്. ഇങ്ങനെ, ഞാൻ സമയത്ത് പെട്ടെന്ന് വായിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. പിന്നെ അവിടെ വായിച്ചാൽ മതി. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത അതേ ഭാഗം കോട്ട് ചെയ്തിട്ട് എന്ന് മോശ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ വേദഭാഗത്തില് അവിടെ ആദ്യം പിതാക്കന്മാർ പറയുകയാണ്, മോശയുടെ കാര്യം എടുത്തിട്ട് പറയുകയാണ്. ആ പറഞ്ഞവൻ യേശു കർത്താവാണ്. ഇനി 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടുത്തെയും നമുക്ക് ഇതേ വാക്യം തന്നെ കാണാൻ സാധിക്കും. 7-ാം അധ്യായത്തിന് 37 സ്റ്റേഫാനോസ് തൻ്റെ ഒരു വലിയ പ്രസംഗം നടത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 7:37 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതേ ഭാഗം തന്നെയാണ് വീണ്ടും കോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്നത്, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. ഈ മിശിഹായെ പറ്റി സ്തെഫാനോസ് പറയുമ്പോൾ വീണ്ടും എടുത്തു പറയുകയാണ്. ആരാണ് ഈ മോശ പറഞ്ഞത്? ആരെ പറ്റിയായിരുന്നു? ഈ ക്രിസ്തുവെന്ന ഈ ദൈവത്തെ പറ്റി, അവൻ നമുക്ക് വേണ്ടി വന്ന, ഈ സൃഷ്ടാവായി വന്ന ദൈവമായവൻ, അവനെ പറ്റിയാ മോശ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവാചകനെ അയക്കുമെന്ന്. നമ്മൾ എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറയുമ്പോഴും ഇതേ ഭാഗം തന്നെ കാണാൻ സാധിക്കും. മോശ തുടങ്ങിയ പ്രവാചകൻ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല, ലൂക്കോസ് 24:27 വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, അവിടെ വായിക്കുന്ന എമ്മൂസിലെ മോശ തുടങ്ങി പ്രവാചകന്മാർ തുടങ്ങി എല്ലാവരോടും എന്നെപ്പറ്റി പറഞ്ഞത് താൻ അവരോട് വിവരിച്ചു കൊടുത്തു. അതായത് മോശ തുടങ്ങി പ്രവാചകന്മാർ പറഞ്ഞത് ഏതാണ്? ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്നുള്ളത് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും എമ്മൂസിലെ ശിഷ്യന്മാരോട് പറഞ്ഞു കാണും. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ പെട്ടെന്ന് ചുരുക്കട്ടെ, ഇനിയും 2-3 സമയം തീരുകയാണ്. നമ്മളിവിടെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ഉദാഹരണങ്ങൾ കൊണ്ട് മോശയേക്കാൾ വലിയവനാണെന്നും അവൻ ദൈവമാണെന്നും അവൻ ക്രിസ്തുവാണെന്നും അവൻ ദൈവമാണെന്നും എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുക. ഒന്നാമത് പറഞ്ഞത് ബിൽഡറേക്കാൾ ഗ്രേറ്റർ ആണ്, ബിൽഡർ ബീയിങ് ഗ്രേറ്റർ ദാൻ ദ ഹൗസ് ഹി ബിൽഡ്സ്. താൻ നിർമ്മിച്ച ഭവനത്തെക്കാൾ, അത് നമ്മൾ ആദ്യത്തെ വാക്യം 3-ാം വാക്യത്തിൽ വായിച്ചത്, ഭവനത്തെക്കാളും ഭവനം ചമച്ചവനധികം മാനമുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം എന്നാണ്, ബിൽഡർ ബീയിങ് ഗ്രേറ്റർ ദാൻ ദ ഹൗസ് ഹി ബിൽഡ്സ്. രണ്ടാമത് നമ്മൾ 6-ാം വാക്യത്തിൽ വായിച്ചു, സൺ ഇൻ ഹിസ് ഓൺ ഹൗസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സെർവന്റ് ഇൻ ദ ഹൗസ്. ഭൃത്യനേക്കാളും പുത്രന് വലിപ്പമുള്ളതുപോലെ. ഈ 2 ഉദാഹരണങ്ങൾ കൊണ്ട് അവരോട് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവിലൂടെ ലേഖനകർത്താവ് എഴുതുകയാണ്, ഡോണ്ട് ഗോ ബാക്ക് ടു മോസസ്, ഡു നോട്ട് ലുക്ക് അൺടു മോസസ്. മോശയല്ല നിങ്ങൾ നോക്കേണ്ടത്, കൺസിഡർ ജീസസ്, ലുക്ക് ഏണസ്റ്റ്ലി ഇൻടു ജീസസ്. ക്രിസ്തുവിങ്കിലേക്ക് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കണമെന്ന് പറഞ്ഞ് താന് ഈ വേദഭാഗം അവിടെ അവസാനിപ്പിക്കും. ഞാൻ എന്ന അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവർക്കൊരു പ്രബോധനം കൊടുക്കുകയാണ്. എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, സ്വീകരിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ പറഞ്ഞ 3:1 നമ്മളെങ്ങനെയാ വായിക്കുന്നത്? നമ്മൾ വായിച്ചെങ്ങനെയായിരുന്നു? നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. അല്ലെങ്കിൽ അവിടെ പറയുന്നത്, നമുക്ക് പറയുന്ന പോലെ ഞങ്ങൾ കർത്താവിനെ സ്വീകരിച്ചതാ. എബ്രായ വിശ്വാസികൾ പറയും, സ്വീകരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. യു ഹാവ് ടു ലുക്ക് ഏണസ്റ്റ്ലി അൺടു ജീസസ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. എങ്കിൽ മാത്രമേ മോശയെക്കാളും വലിയവനായ നിങ്ങളുടെ സ്വന്തം പുത്രനായി ഭവനത്തിലുള്ള ഈ യേശു കർത്താവിനെ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 6-ാം വാക്യത്തിന്റെ 1-ാമത്തെ ഭാഗത്ത് നമ്മൾ വായിച്ചപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ ജയിച്ചത്. 6-ന്റെ 1-ാം ഭാഗത്ത് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന്റെ അധികാരിയായ പുത്രനായിട്ട് തന്നെ. പക്ഷെ അടുത്ത വാക്യം എനിക്ക് പറയാൻ സമയമില്ല. അതിന്റെ 2-ാം ഭാഗത്ത് വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, ആദ്യം പറഞ്ഞ വാക്യത്തിൽ തന്നെ ഈ ശ്രദ്ധിച്ചു നോക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് എബ്രായ ലേഖനം 3-ന്റെ 6-ാം വാക്യം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ വായിക്കുന്നത്,
പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. എന്തിന് ശ്രദ്ധിച്ചു നോക്കണം എന്നൊരു ചോദ്യം ഇവർ ചോദിച്ചപ്പോൾ ഇവിടെ മനസ്സിൽ മോശയുണ്ടല്ലോ എന്ന് പറഞ്ഞു. മോശയല്ല, അതിലും വ്യത്യസ്തനായി പുത്രനായ യേശു കർത്താവിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുക, നിങ്ങൾ കൺഫസ് ചെയ്തത് കൊണ്ട് മാത്രം പോരാ, അതൊരു ജസ്റ്റ് എ സ്റ്റാർട്ട്, ഒരു തുടക്കം മാത്രമാണ്. എന്നാൽ എന്ത് ചെയ്യണം? ലുക്ക് ഫേംലി അൺടു ദ എൻഡ്, അവസാനത്തോളം നിങ്ങൾ മുറുകെ പിടിച്ച് ഇവിടെ പറയുന്ന ഹോൾഡ് ഫാസ്റ്റ് ദ ബോൾഡ്നെസ് ഓഫ് ഓൺ ദ ഹോപ്പ് ടിൽ ദ എൻഡ്. ഞാൻ ആ വിഷയം വിശദീകരിക്കാനുണ്ട്, ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രത്യാശയും ഈ ധൈര്യവും നിങ്ങൾ അവസാനത്തോളം മുറുകെ പിടിക്കണം. ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് പോരട്ടെ, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയാം. ഇതൊരു 100 മീറ്ററിന്റെ ഒരു സ്പ്രിന്റ് അല്ല, മറിച്ച് ഇതൊരു മാരത്തൺ റേസ് ആണ്. കാര്യം അവസാനത്തോളം നമ്മൾ ഒരേ നിലയിൽ ക്രിസ്തുവിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കണം. എങ്കിലും ജീവിതം പോയെങ്കിൽ മാത്രമേ നമ്മൾ എന്താകത്തുള്ളൂ? അവന്റെ ഭവനം നാം ആകത്തുള്ളൂ. ഞാൻ ക്രിസ്ത്യൻ ലൈഫ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഫെയ്ത്ത്, ഇറ്റ് എൻഡ്സ് വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ അവസാനിപ്പിക്കുന്ന ക്രിസ്ത്യ ജീവിതം. ഞാൻ പണ്ട് യേശുവിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ളത് ക്രിസ്ത്യ ജീവിതമല്ല. അത് നാം കർത്താവിന്റെ ഭവനമാകണമെങ്കിൽ, ഞാനത് അടുത്ത ക്ലാസ്സിൽ ദൈവഹിതമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാനത് വിശദീകരിക്കാം. എങ്ങനെയാണ് അവിടെ 2 കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്ന് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രികാലം പറയാം. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് പോയെങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. അവരോട് വലിയ തിയോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വായിച്ചതുപോലെ തന്നെ മോശയെ പറ്റി പറഞ്ഞിട്ട്, മോശയെക്കാളും വലിയവനായ ക്രിസ്തു, ഭൃത്യനായ മോശ, ഹല്ലേലൂയ, വിശ്വസ്തനായ മോശ, മാനമുള്ള മോശ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനേക്കാൾ വലിയ ബിൽഡിംഗ് നിർമ്മിച്ചവനും പുത്രനുമായ ഒരുവനെ അവതരിപ്പിച്ചിട്ട് നമ്മൾ പറയുക, ആ ഹോപ്പും ആ ധൈര്യവും അവസാനത്തോളം മുറുകെ പിടിക്കുവാൻ ഇന്ന് രാത്രികാലം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് തുടർന്ന് സമയം പോട്ട് പോകുന്നില്ല. നമുക്കതൊന്ന്